ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 27-ന് മുംബൈയെ നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നു. മൊബൈൽ ഷോപ്പ് ഉടമയായിട്ടുള്ള അബ്ദുൾ ദൊഗാഡിയയും ഭാര്യ നസ്രീനും മക്കളായിട്ടുള്ള സൈനബ്, ആയിഷ എന്നിവരും വളരെ സന്തോഷപൂർവ്വം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നു. പക്ഷേ ആ കിടന്നുറങ്ങിയ അവർ പിന്നീട് ഉണർന്നെണീറ്റില്ല എന്നുള്ളതാണ്. കൂട്ട മരണമാണ് സംഭവിച്ചത്. തലേ ദിവസം രാത്രി ഇവർക്ക് വിരുന്നുകാരുണ്ടായിരുന്നു. വിരുന്നുകാർക്കൊപ്പം വളരെ ആർത്തുല്ലസിച്ച് സന്തോഷിച്ച് കിടന്നുറങ്ങിയ കുടുംബമാണ് പിറ്റേ ദിവസം ഉണർന്നെണീക്കാതെയാകുന്നത്. എല്ലാവരിലും ആശങ്ക പടർത്തി. എല്ലാവരും പറഞ്ഞു ഭക്ഷ്യ വിഷബാധയായിരിക്കാം, അതാണ് കാരണം. പിന്നീട് കൂട്ടത്തോടെ ഈ നഗരത്തിൽ നിന്ന്, അതായത് ദക്ഷിണ മുംബൈയിൽ നിന്ന് കൂട്ടത്തോടെ തണ്ണിമത്തങ്ങ എന്ന് പറയുന്നത് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭക്ഷ്യ വിഷബാധയാണ് എന്ന് പറയുമ്പോൾ തണ്ണിമത്തങ്ങയുമായി എന്താണ് ബന്ധം? ഇത് രണ്ടും കൂടെ, അതായത് തലേ ദിവസം ഈ കുടുംബം കഴിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണിയെയും തണ്ണിമത്തങ്ങയുമായിരുന്നു. ഇത് രണ്ടും തമ്മിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ തണ്ണിമത്തങ്ങയിൽ നിന്ന് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചതിന് കൊണ്ടുള്ള ഭക്ഷ്യ വിഷബാധയാണോ? ആശങ്കയാണ്, വളരെ വലിയ ആശങ്ക. അന്വേഷണം നടക്കുകയാണ്. ഒടുവിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇവരുടെ ആന്തരിക അവയവങ്ങൾ എന്നടങ്കം പച്ച നിറമുള്ളതായി മാറി എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന, ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള കാര്യം. പച്ച നിറമായി ആന്തരികാവയവം മാറണമെന്നുണ്ടെങ്കിൽ അത് കൊടും വിഷമായിരിക്കണം എന്നുള്ളതാണ്. ഈ വിഷാംശം എന്താണ് ഇവർക്ക് അകത്തേക്ക് ചെന്നത്? ഈ അന്വേഷണത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്ന സമയത്താണ് ആ ദക്ഷിണ മുംബൈയിൽ നിന്ന് ഒന്നടങ്കം തണ്ണിമത്തങ്ങ കാണാതെയാകുന്നത്. പലരും വാർത്തയായിട്ടൊക്കെ പ്രസിദ്ധീകരിച്ചുവെങ്കിലും തണ്ണിമത്തങ്ങ കൂട്ടത്തോടെ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെയും പലതരത്തിലുള്ള മായങ്ങളാണ്. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, ഇതിലെല്ലാം വലിയ രീതിയിലുള്ള മായങ്ങളും വലിയ രീതിയിലുള്ള കീടനാശിനികളും എല്ലാം അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങളാണ് നമ്മളെടുത്ത് വളരെ രുചികരമായിട്ട് കഴിക്കുന്നത്. എന്തായാലും അത് നമ്മുടെ വിധിയാണ് എന്നിരിക്കും. പക്ഷേ ഈ സംഭവം, ഈ ഡൽഹിയെ നടക്കിയ, മുംബൈയെ നടക്കിയിട്ടുള്ള ഈ സംഭവം അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. പച്ച നിറത്തിലുള്ളതായിട്ട് ഇവരുടെ ആന്തരികാവയവങ്ങൾ മാറിയത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെയും കുഴപ്പിക്കുന്ന കാര്യം. ഇനി ഇതിൻ്റെ ഈ ആന്തരികാവയവങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ ചുരുളഴിയുകയുള്ളൂ. അതുവരെയും ഇവരുടെ മരണം എന്തുകൊണ്ട് എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയും ചെയ്യും. ദക്ഷിണ മുംബൈയിലെ പൈതുനിയിലാണ് ഒരു കുടുംബത്തിലെ 4 പേർ ഒരേ രാത്രിയിൽ മരിക്കുന്നത്. അവരാണ് അബ്ദുൾ തൊഗാഡിയും കുടുംബവും. ഈ കുടുംബത്തെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉള്ളതായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ബിരിയാണിയും തണ്ണിമത്തങ്ങയും ഒക്കെ കഴിച്ച് വിരുന്നുകാർക്കൊപ്പം വളരെ സന്തോഷപൂർവ്വമായിട്ട് കിടന്നുറങ്ങിയ ഈ കുടുംബത്തിന് ഭക്ഷ്യവിഷബാധ മൂലമല്ല ഇവരുടെ മരണം എന്നുള്ളത് വരുമ്പോഴാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് കേസിനെ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിച്ചിട്ടുള്ളതും. ഈ മരിച്ചുപോയ ഈ കുടുംബത്തിൻ്റെ തലച്ചോറ്, ഹൃദയം, കുടൽ ഇവയെല്ലാം തന്നെ പച്ച നിറത്തിലുള്ളതായിരുന്നു. മാരകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതിന് പുറമേ തന്നെ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഈ അബ്ദുള്ള ദൊഗാഡിയയുടെ ശരീരത്തിൽ മോർഫിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. എങ്ങനെയാണ് അബ്ദുള്ളയുടെ ശരീരത്തിൽ മോർഫിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്? മോർഫിൻ എങ്ങനെ അമിത അളവിൽ ഇവരുടെ ശരീരത്തിനുള്ളിൽ ചെന്നു? ഇത് മയക്കുമരുന്ന്, ഈ മയക്കുമരുന്ന് എങ്ങനെയാണ് ശരീരത്തിനുള്ളിൽ എത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നതും. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് അബ്ദുള്ളയും കുടുംബവും ബിരിയാണിയും തണ്ണിമത്തങ്ങയും ഒക്കെ കഴിക്കുന്നത്. എന്നാൽ പുലർച്ചെ തന്നെ ഒരു 5 മണിയോട് അടുക്കുമ്പോഴേക്കും വളരെ അസ്വസ്ഥത തോന്നുന്നു. കുടുംബത്തിലെ ഓരോരുത്തരായി എഴുന്നേൽക്കുന്നു, ഛർദി തുടങ്ങുന്നു, വയറിളക്കം അനുഭവപ്പെടുന്നു. അങ്ങനെ ഒന്നൊഴിയാതെ ഈ 4 പേർക്കും ഇതേ രീതിയിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. എന്തായാലും മണിക്കൂറുകൾക്കകം
ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മണിക്കൂറുകൾക്ക് അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്യുകയാണ്. തുടക്കത്തിൽ തണ്ണിമത്തനിലെ വിഷാംശമായിരിക്കാം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. വിപണിയിൽ നിന്ന് വലിയ രീതിയിൽ തണ്ണിമത്തങ്ങ കാണാതെ ആയതോടുകൂടി ഈ സംശയം ഇരട്ടിക്കുകയും ചെയ്തു. കാരണം ഈ പൈതുണിയിലെ സമീപ പ്രദേശങ്ങളിൽ നിന്നും പൈതുണിയിൽ നിന്നുമൊക്കെ കൂട്ടമായിട്ട് ഇതിന്റെ വിൽപ്പനക്കാർ അടക്കം ഇല്ലാതെയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തു. കാരണം പലരും വന്ന് ഇത്തരത്തിൽ തണ്ണിമത്തങ്ങ ഇവരിൽ നിന്നൊക്കെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടമരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കുടുംബം ഒന്നടങ്കം മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇതിലിനി കീടനാശിനി ഉണ്ടായത് കൊണ്ടാണോ ഈ കുടുംബത്തിന്റെ മരണം? ഒന്നിനോട് ചേരാതിരിക്കുമ്പോഴും ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധയൊക്കെ ഉണ്ടാകാം. കഴിച്ചത് ബിരിയാണിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും വളരെയധികം ആശങ്ക ഉണ്ടാവുകയാണ്. പലരും പരിഭ്രാന്തരായി, പാനിക്കായി പല പ്രശ്നങ്ങളിലേക്ക് വീഴുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യം തന്നെ അല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും തിരിച്ച് തണ്ണിമത്തങ്ങ വിപണിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അതായത് ഇവർ കൊണ്ടുവരുന്ന ഈ വിൽപ്പനക്കാർ കൊണ്ടുവന്നിട്ടുള്ള തണ്ണിമത്തങ്ങയിൽ പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കീടനാശിനികളൊക്കെ അടിച്ചിട്ടുണ്ടാകാം എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് കൂടാതെ തന്നെ ഈ കുടുംബത്തിന് മാനസിക സമ്മർദ്ദം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇവർക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇനി അതിനെ തുടർന്ന് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഇതിപ്പോൾ പല വാർത്തകളുമായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൂട്ട ആത്മഹത്യകളും കാര്യങ്ങളും അന്വേഷണം മുറുകി കഴിയുമ്പോഴേക്കും അത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർന്നതിനെ തുടർന്നാകാം, കുടുംബത്തിലെ അസ്വാരസ്യങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ളതാകാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ടുകൾ വരുന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം കൂടി പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. ഇനി ഇവർ കഴിച്ചിട്ടുള്ള പുലാവിലോ തണ്ണിമത്തനിലോ ഒക്കെ വന്നിട്ടുള്ള ആരെങ്കിലും വിഷാംശം കലർത്തിയതാണോ? ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് ഈ വിരുന്നുകാരായി വന്നിട്ടുള്ളവരും ഇപ്പോൾ സംശയദൃഷ്ടിയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയ അതിഥികളുടെയൊക്കെ മൊഴി പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമാണ് മുംബൈയെ നടുക്കിയ ഈ നിഗൂഢ മരണങ്ങളുടെ ചുരുളഴിയുള്ളൂ. ദക്ഷിണ മുംബൈയെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു അബ്ദുള്ളയുടെയും കുടുംബത്തിന്റെയും ഈ മരണം. ഇതിനൊരു ഉത്തരം കണ്ടെത്തുന്നത് വരെ ഇത് വളരെ ദുരൂഹമായി തന്നെ നിൽക്കുകയും ചെയ്യും.